Cheers. ഹായ്, വെൽക്കം ബാക്ക് ടു മല്ലിസ്കോട്ട് ഫാമിലി. ഞങ്ങളുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ അനിയത്തിയുടെ പാലായിലുള്ള വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ആലപ്പുഴയ്ക്ക് ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ ഹൗസ് ബോട്ടിലാണ് ഞങ്ങൾ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഹൗസ് ബോട്ടിലെ യാത്രകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ്. കുട്ടികളൊക്കെ ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം എല്ലാവരും ഇത് നല്ലപോലെ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 9 മണിയായപ്പോഴത്തേക്കും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ആയിട്ട് വണ്ടിയിൽ കയറി. 3 വണ്ടികളിലായിട്ടാണ് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് യാത്ര തിരിച്ചത്. ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ആലപ്പുഴയുടെ കാഴ്ചകൾ കണ്ട് ഞങ്ങളെ യാത്ര തുടർന്നു. രാവിലെ 9 മണിയായിരുന്നതുകൊണ്ട് തന്നെ റോഡുകൾ എല്ലാം തന്നെ നല്ല ബിസിയായിരുന്നു. ഇത് നമ്മുടെ കുട്ടനാട്, വെള്ളത്തിൻ്റെ നെഞ്ചിൽ പാടം വിതച്ച് ജീവിക്കുന്ന ഒരു ജനതയുടെ നാട്. നീലത്തിരകളും ചെറുതും വലുതുമായ കായലുകളും കനലും ചേർന്ന് ചാരുത നിറയ്ക്കുന്ന ഒരു സ്വർഗ്ഗഭൂമി. ആലപ്പുഴയുടെ മറ്റൊരു പ്രത്യേകതയാണ് നീണ്ടു നിവർത്ത് കിടക്കുന്ന നെൽപ്പാടങ്ങൾ. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് വരണ്ടുണങ്ങി കിടക്കുകയാണെങ്കിലും ഇത് കണ്ണിനും കുളിർമയേകുന്ന മറ്റൊരു കാഴ്ചയാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വിശാലമായിട്ട് കിടക്കുന്ന നെൽപ്പാടം കാണുന്നത് തന്നെ. പലയിടങ്ങളിലും നെല്ല് കൂട്ടിയിട്ടിട്ടുണ്ട്. കച്ചി കൂട്ടി കത്തിക്കുന്നത് കാണാൻ സാധിക്കും. ട്രാക്ടർ മണ്ണൊരുക്കുന്നുണ്ട്. അങ്ങനെ വൈവിധ്യമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ കുട്ടനാട്ടിലേക്കുള്ള യാത്ര തുടർന്നു. കാത്തിരുന്ന ഹൗസ് ബോട്ടിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട്. കടവിനോട് ചേർത്ത് നിർത്തിയിരുന്ന ഹൗസ് ബോട്ടിലേക്ക് ഓരോരുത്തരായിട്ട് കയറി. ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ടിൻ്റെ ഓണർ. ആൾ ഞങ്ങളെല്ലാവരെയും രാവിലെ വന്ന് കണ്ടതിന് ശേഷം ഹൗസ് ബോട്ടിലെ മറ്റ് ജീവനക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം ആൾ തിരിച്ചു പോവുകയാണുണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ട് യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൈനഗിരിയിൽ ഉള്ള ഈ ഒരു സ്ഥലത്താണ്, ഇവിടുന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിന് ടൈമിങ് ഓൾമോസ്റ്റ് മോർണിംഗ് 11 to ഈവനിങ് 5 വരെയാണ്. Alvino, how's the journey? Good. You enjoying? Yeah. All right. ഈ കാണുന്ന സ്ഥലത്ത് കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എങ്ങോട്ടായിരുന്നു പോകുന്നത്? നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ഇവിടുന്ന്? കായലോട്ടേക്ക്. സ്ഥലത്തിന്റെ പേര് എന്തെങ്കിലും ഉണ്ടോ? ഇത് കൈനേരിയിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ വേമ്പനാട്ട് കായൽ. ഓക്കെ, നീ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഈ കാണുന്നത് ഇത് നമ്മുടെ ഹൗസ് ബോട്ടിനകത്ത് തന്നെയുള്ള ഒരു റൂമാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്ത്, ആ ചേട്ടൻ പറഞ്ഞത് ഇത് പുത്തൻ ബോട്ടാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഇൻറ്റീരിയർ ഡിസൈനിങ് എല്ലാം ചെയ്ത്, അതോടുകൂടി ടോയ്ലറ്റും കൂടെ ഇതിനോട് അറ്റാച്ച്ഡാണ്. പാമ്പാണോ താറാവാണോ? മടക്കലല്ല, താറാവ്. ഇതാണ് ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ കിച്ചൺ എന്നാണ് ഈ കാണുന്നത്. നമ്മുടെ ഫിഷ് എല്ലാം കൂടെ ഫ്രൈ ഒക്കെ ആക്കാൻ വേണ്ടി എല്ലാം ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ യാത്രാനുഭവങ്ങളിലൊന്നാണ് ആലപ്പുഴയിലെ ഈ ഹൗസ് ബോട്ടിൽ കൂടിയുള്ള യാത്ര. തേങ്ങിൻ ചില്ലുകൾ നിറഞ്ഞ ചാലുകളും പാടങ്ങളും ഗ്രാമജീവിതവും ഒക്കെ യാത്രയിലുടനീളം നമുക്ക് കാണാൻ പറ്റും.
ഈ ചെറിയ കെട്ടുവള്ളങ്ങളാണ് ഇവരുടെ പ്രധാന ഗതാഗത മാർഗം. ദൈനംദിന ജീവിതത്തിലെ ഓരോ സാധനങ്ങൾ, അരി മുതൽ പഞ്ചസാര, സിമൻറ്റ്, കട്ടകൾ, ഗ്യാസ് കുറ്റി, എല്ലാ സാധനങ്ങളും ഇവർ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് എത്തിക്കുന്നത് ഈ ചെറിയ കെട്ടുവള്ളങ്ങളിലൂടെയാണ്. എനിക്കന്ന് ബോട്ടിൽ ലൈഫ് ബോട്ട് പോലും ഇല്ല. പിന്നെ ലൈഫ് ജാക്കറ്റ്, ഇത് ലൈഫ് ജാക്കറ്റ് അല്ല. ടോപ്പ് നീ ഉണ്ടോ? കേരളത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ അതിൻ്റെ മനോഹരമായ കായലുകൾ, ചാലുകൾ, തെങ്ങിൻ തോപ്പുകൾ, പാടശേഖരങ്ങൾ എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. ഷൂട്ട് ചെയ്ത പാലം ഇവിടെ നടക്കുന്ന ഹൗസ് ബോട്ട് യാത്ര ഒരു സഞ്ചാരിയുടെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മയായി പതിയും. ഹൗസ് ബോട്ട് യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒന്നാണ് ഹൗസ് ബോട്ടിനുള്ളിലിരുന്ന് നല്ല മധുരക്കള്ള് കുടിക്കുക. അങ്ങനെ ഹൗസ് ബോട്ട് സൈഡിലേക്ക് ഒതുക്കിയിട്ട് അടുത്ത് കണ്ട കള്ളഷാപ്പിൽ നിന്ന് നല്ല മധുരക്കള്ളും ടച്ചിങ്സിനായി കുറച്ച് കക്കയിറച്ചിയും വാങ്ങി. ആലപ്പുഴയുടെ പ്രധാന ഭക്ഷണമായ കക്കയിറച്ചി ഇല്ലാതെ എന്താഘോഷം. അങ്ങനെ നല്ല മധുരക്കള്ളും കക്കയിറച്ചിയും ഒക്കെ കഴിച്ച് ഞങ്ങളുടെ ഹൗസ് ബോട്ട് യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഈ ഒരു ബിസി ലൈഫിൽ മനസ്സിനൊരു വിശ്രമവും കണ്ണിനൊരു ആനന്ദവും ആത്മാവിനൊരു നവജീവനുമാണ് ഈ ഒരു ഹൗസ് ബോട്ട് യാത്ര. യാത്രയിലുടനീളം ചെറിയ വള്ളങ്ങളിൽ ദൈനംദിന ജീവിതത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന ഒത്തിരി ആലപ്പുഴ സ്വദേശികളെ കാണാൻ പറ്റും. ബോട്ടിനോട് ചേർന്ന് പാടത്തെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, വള്ളത്തിൽ മീൻ പിടിക്കുന്ന കുട്ടികൾ, കടവിൽ ഒരുപിടി കുട്ടികൾ കുളിക്കുന്നത്, ഇതൊക്കെ ഈ ഹൗസ് ബോട്ട് യാത്രയിലെ ഉടനീളം കണ്ട കാഴ്ചകളാണ്. ഹൗസ് ബോട്ടിലെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ അദ്രങ്ങളിൽ ആ പാട്ടെത്തി. കുട്ടനാടൻ കായലിലെ കെട്ട് വെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടേടി കാക്കക്കുറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള കുടിക്കുമ്പോൾ പഴം കഥ പറയടി പുള്ളിക്കുയിലേ. വേമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതൈ. അമ്പിളി ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതിമൃതൈ. ആഹാ, എന്ത് മനോഹരമായ പാട്ടുകളാണ് ആലപ്പുഴയെക്കുറിച്ചും വേമ്പനാട്ട് കായലിനെക്കുറിച്ചും ഒക്കെ എഴുതി വച്ചിരിക്കുന്നത്. പതുക്കെ മനസ്സിൽ നൊസ്റ്റു അടിച്ചു. അങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ കിച്ചണിലേക്ക് ഒന്ന് എത്തി നോക്കി. ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് അവിടെ റെഡിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. മസാല പുരട്ടി വെച്ചിരിക്കുന്ന കരിമീനിനെ കണ്ടപ്പോൾ അല്പം കൂടി വയറിനോട് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം തൽക്കാലത്തേന് ബൈ ബൈ പറഞ്ഞ് കിച്ചണിൽ നിന്ന് പോന്നു. എത്ര സമയമുണ്ട്? അങ്ങനെ പലപ്പോഴായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്പീഡ് ബോട്ടിനെ പറ്റി. പക്ഷേ ആ ഒരു കേട്ട അറിവ് കൊണ്ട്
എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഞങ്ങളും വിചാരിച്ചു. പോവല്ലേ? ഈ ആലപ്പുഴ യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ സ്പീഡ് ബോട്ട് യാത്രയിലായിരുന്നു. ആലപ്പുഴയിലേക്കുള്ള ഞങ്ങളുടെ സഞ്ചാരം അവസാനിക്കാനിരിക്കെ ഒരു പ്രത്യേക അനുഭവം പരീക്ഷിക്കാമെന്ന് വെച്ച് ഞങ്ങൾ തീരുമാനിച്ചത് സ്പീഡ് ബോട്ട് യാത്രയായിരുന്നു. സാധാരണ ഹൗസ് ബോട്ടിൻ്റെ ശാന്തമായ യാത്രയല്ല, ഈ മുറിക്കാറ്റ് പോലെ കായൽ മുറിച്ചു പോകുന്ന ഒരനുഭവം. അതാണ് ഈ സ്പീഡ് ബോട്ട് യാത്ര. ബോട്ടിൻ്റെ എൻജിൻ സ്റ്റാർട്ടായ നിമിഷം തന്നെ വെള്ളം ചിതറുകയായിരുന്നു. കാട് പോലെ കാറ്റ് വീശി കണ്ണുകൾ നിറയാൻ തുടങ്ങി. അത്ര വേഗം. ചുറ്റും തുറന്ന കായൽ, ഇരുവശവും തെങ്ങിനിലങ്ങളും പാടശേഖരങ്ങളും.
അങ്ങനെ 30 മിനിറ്റത്തെ സ്പീഡ് ബോട്ട് യാത്ര പെട്ടെന്ന് തന്നെ അവസാനിച്ചു. കയറുമ്പോൾ പേടിയോടെ കയറിയതുപോലെയല്ല ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ഇനിയും വീണ്ടും കയറണം എന്ന ഉറച്ച മനസ്സോടെയായിരുന്നു. ഒരു പ്രത്യേകമായ രസകരമായ അനുഭവം. അവിസ്മരണീയമായ ലാസ്റ്റ് റൗണ്ട് പെർഫോമൻസ് കൂടി കാഴ്ചവെച്ച് ഞങ്ങളുടെ സ്പീഡ് ബോട്ട് ഡ്രൈവറായ പ്രദീപേട്ടൻ അങ്ങനെ ഞങ്ങളോട് യാത്ര പറഞ്ഞു. സ്പീഡ് ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ച് ഹൗസ് ബോട്ടിലേക്ക് കയറിയപ്പോഴേക്കും വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ വേമ്പനാട്ട് കായലിലെ സൂപ്പർ താരമായ കരിമീൻ മേശപ്പുറത്തെത്തി. കരിമീൻ പൊള്ളിച്ചത് കഴിച്ചപ്പോൾ അതിൻ്റെ രുചി മാത്രമല്ല, അതിൻ്റെ പിന്നിലെ ഈ കായൽ നാടും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു. ഒരിക്കൽ തിന്നാൽ അതിൻ്റെ കാഴ്ചയും രുചിയും ജീവിതത്തിലെ ഓർമ്മകളാകും. സെയിം റൂട്ട് പോകുന്ന ബോട്ടുകളാണ്. ഗവൺമെന്റിന്റെ മറ്റേ വേഗ പാസഞ്ചേഴ്സ് കസേര ബോട്ടിൽ അല്ലേ? വൈകുന്നേരമായതോടെ ഹൗസ് ബോട്ടുകളെല്ലാം തിരിച്ച് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടർന്നു. എപ്പോഴും പിടിക്കണോ അങ്ങോട്ടേക്ക്? ഇങ്ങോട്ടേക്ക് വിടണ്ട. വിളിച്ചാൽ മതി.
അങ്ങോട്ട് റൈറ്റിലോട്ട് പിടിച്ച് പോയേക്കാം. റൈറ്റിലേക്ക് മൊത്തം പോകാനാണോ? ആ അൽവിന, നിനക്ക് ഇത് ഓടിക്കാൻ ലൈസൻസ് ഉണ്ടോ? അങ്ങനെ ലൈസൻസ് ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഹൗസ് ബോട്ട് ഓടിച്ചൊന്ന് ട്രയൽ ചെയ്ത് നോക്കി. ഉച്ചയൂണ് കഴിഞ്ഞപ്പോൾ ക്ഷീണത്തിലായിരുന്ന പിള്ളേരും ചേട്ടായും കിടന്നുറങ്ങി. 3-4 മണി ആയപ്പോഴേക്കും ചായയും സ്നാക്കും പഴംപൊരിയായിരുന്നു അതെത്തി. അത് ഞങ്ങൾ How was the experience in houseboat? Good? Did you enjoy it? Good. Good. Did you enjoy it? it? Yep. What was the most good one? The Speedboat. yeah. I know. Everyone liked that. പിള്ളേരെല്ലാം ഒത്തിരി എൻജോയ് ചെയ്തു സ്പീഡ് ബോട്ടിലെ യാത്ര. അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തേത്. എന്താണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Malli Scott family. ആൻഡ് കമൻറ്റ്. And comment. യെസ്, മല്ലി സ്കോട്ട് ഫാമിലി ചാനൽ. So hey guys. So as you know that we already went on the boat, the house spot, so what we feel like the speedboat or the island one or what we are doing right now. Comment it in and subscribe and like if you like the video. And bye bye.